അവിടെ നിന്ന് എന്ത് സൗണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് അത് പേടിച്ച് പോയിട്ടാ. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് അറിയോ? ഇന്ന് ഒരു ഡോക്ടർ കാണൽ ദിവസമാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, 1-2 ഡോക്ടേഴ്സിനെ കാണാനുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡോക്ടർ കാണൽ ദിവസം എന്ന് പറഞ്ഞത്. മോനും മോളും എൻ്റെ കൂടെ ഇല്ല കേട്ടോ, അവർ സ്കൂളിൽ പോയൊക്കെയാണ്. ഫിജി ബേബിയും ഉമ്മയും ഞാനും കൂടിയാണ് പോണത്. നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണ് ഡോക്ടറെ അടുത്തായിട്ട് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. എനിക്ക് കാണിക്കാനുണ്ട്, അതുപോലെ ഉമ്മയുടെ കണ്ണീൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഉമ്മക്കും കാണിക്കാനുണ്ട്. എൻ്റെ ഫിസി ബേബി ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ അതിൻ്റെ മുന്നേ ഇങ്ങനെ ഭയങ്കര ബഹളമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അവനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് 1-2 പേഷ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും ഒരു പേഷ്യൻ്റ് ഇറങ്ങാൻ വേണ്ടി കുറേ അധികം സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ മാത്രമായി, ബാക്കി എല്ലാവരും കണ്ടു കഴിഞ്ഞു. നമ്മൾ കയറാനുള്ള ഒരു ടൈമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വന്നത് അടുത്ത ഡോക്ടറെ അടുത്തേക്കാണ് കേട്ടോ. അത് അടുത്ത ഡോക്ടർ ക്ലിനിക്കാണ്, ഉമ്മാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആയുർവേദിക് ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കാലുവേദന തണ്ടവേദന ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഉമ്മ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. ഞാനും മോനും കട്ട പോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മോൻ അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ, വിശന്നിട്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ഫീഡ് ചെയ്തു. പിന്നെ അവനങ്ങനെ ഉറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ബോറടിച്ചിരിക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പേഷ്യൻ്റ് കയറിയാൽ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആയുർവേദിക് ആയതുകൊണ്ട് എന്തൊക്കെ വേറെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ കണ്ടിറങ്ങി നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മോന് ഫുഡ് കൊടുക്കാനുള്ള ഒരു ദിവസമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവന് കുറുക്കുണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങണം, കുന്നങ്കായൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഒരു 1-2 പച്ചക്കറി കടയിലോട്ടാണ് പോയത് കേട്ടോ. ഒരു 3-4 പച്ചക്കറി കട നോക്കിയിട്ട് നമുക്ക് കുന്നങ്കായ കിട്ടിയില്ല. ഫൈനലി നമുക്ക് ഈ കാണുന്ന പച്ചക്കറി കടയിൽ നിന്ന് കിട്ടിയിട്ട് അങ്ങനെ അതിൻ്റെ ഉമ്മ വാങ്ങിച്ചിട്ട് വരികയാണ് എൻ്റെ മോനുള്ള കുറുക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. എവിടെയും കയറി കഴിക്കാനുള്ള സമയമില്ല, മക്കൾ സ്കൂളിൽ വരാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോണ വഴി 1-2 പഴംപൊരിയും വെള്ളവും വാങ്ങിച്ച് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശപ്പുണ്ടോയെന്ന് എന്താ അറിയില്ല, നല്ല ടേസ്റ്റുള്ളൊരു പഴംപൊരി ആയിരുന്നു കേട്ടോ അത്. പിന്നെ പോണ വഴി ഉമ്മയുടെ അനിയത്തിയുടെ വീട്ടിലൊന്ന് കയറിയിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് പോയത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കുട്ടികൾ സ്കൂൾ വിട്ട് വരാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ വേഗം ഡ്രസ്സും ചേഞ്ച് ചെയ്ത് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗേറ്റിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്നൊരു ഫുൾ എന്താ പറയുക, ഡോക്ടേഴ്സിനെ കാണാനായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇത്. 1-2 ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ നിന്ന് എന്ത് സൗണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ചു നായാണെന്ന്. പെട്ടെന്ന് അത് പേടിച്ച് പോയിട്ടാ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.